ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഫ്ലിപ്കാർട്ട് ഹോളാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഏകദേശം കുറേ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ജെനുവിൻ റിവ്യൂ കേട്ടോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഏകദേശം ഒരു 5-6 ഡ്രസ്സോളുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. ഏകദേശം ഒരു 1 ഇയറോളം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. ചിലത് ഞാനൊരു 1 മന്ത് 2 മന്ത് ആയിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ തന്നെ നീ ലെങ്ത് ഉണ്ട്, 2 നീ ലെങ്ത് ഉണ്ട് കേട്ടോ. പിന്നെ മിഡി ലെങ്ത് ആയിട്ടുള്ള ഡ്രസ്സാണ്, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ മഴ ചെയ്തുകൊണ്ട് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ പുറത്തുനിന്ന്. എന്ന് വെച്ചാൽ മഴയും പിന്നെ എൻ്റെ കോഴിയൊക്കെ അവിടെ നിന്ന് കൂവുണ്ട് ഗൈസ്. ഞാൻ എന്ത് വീഡിയോ എടുത്താലും ഈ കോഴിക്ക് അങ്ങനെ തന്നെയാണ്. അപ്പം പിന്നെ അത് നോക്കി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഗൈസ്, ഞാൻ പരിചയപ്പെടുത്തില്ലല്ലോ എൻ്റെ പേര് വന്നിട്ട് മീനു ജോൺസൺ ആണ്. ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഗായ്സ്, ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് ഡ്രസ്സാണ്. ഞാൻ ലാസ്റ്റ് റീസെൻ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് വന്നിട്ട് ഒരു പർപ്പിൾ കളറായിട്ടൊന്ന് മറിച്ചിട്ടേക്കാം ഗൈസ്. ഞാനൊന്ന് തിരിച്ചു വെക്കും. അപ്പോൾ ഇത് വന്നിട്ട് ഒരു പർപ്പിൾ കളറായിട്ടുള്ളൊരു നീ ലെങ്ത് കളർ ഡ്രസ്സാണ്. ക്യാമറയിൽ ഇത് വേറെ കളറാണ് കേട്ടോ, പക്ഷേ ഇത് നേരിട്ട് കാണാനായിട്ട് നല്ല കളറാണ്. ഒരു പർപ്പിൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയലാണ്. ഭയങ്കര സോഫ്റ്റാണ് ഗൈസ്. പിന്നെ അതേപോലെ തന്നെ ഒരു കോളറൊക്കെ ഉള്ള ഒരു കണ്ട ഫ്രണ്ട് ഞാനിവിടെ പിക്ക് കൊടുക്കട്ടെ. സൈഡിൽ ഞാനിവിടെ ഇട്ടിട്ടുള്ള വീഡിയോ കൊടുക്കാം. ഞാൻ ഏകദേശം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കാം നിങ്ങൾക്ക് കാണാനായിട്ട്. അപ്പോൾ ഇവരൊരു കോളറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് 2 ബട്ടണൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും അലാസ്റ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ നമുക്ക് എങ്ങനെയും ടൂറൊക്കെ പോകേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെ കറങ്ങാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ടോക്കീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 313 രൂപയുള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം, 313 രൂപയുള്ളൂ. ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഒരു പർപ്പിൾ കളറാണ്. ഞാനെടുത്ത സൈസ് ലാർജാണ്, പക്ഷേ മീഡിയം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എല്ലാവരും ലാർജ് അല്ലെങ്കിൽ മീഡിയമാണ് എടുക്കാറ്. പക്ഷേ ഒരു സൈസ് കുറച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് എനിക്ക് ഇത്തിരി ഈ കഴുത്തിനോടൊക്കെ ചെറിയൊരു ഫിറ്റിൻ്റെ ഇഷ്യൂ, ലൂസ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വണ്ടി പോകുന്നുണ്ട് ഗൈസ്, അതാണ് സൗണ്ട്. നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാർജ് എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് മീഡിയം എടുക്കുന്നത് നല്ലതായിരിക്കും. കൂട്ടിയെടുത്തതിനെ കുറച്ച് ഒരു നല്ല ഭംഗിയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കണം. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായി തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് 313 രൂപയോട്. 313 രൂപയ്ക്ക് അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും എനിക്ക് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അടിപൊളിയാണ്. എന്തായാലും സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു നീ ലെങ്ത് ഡ്രസ്സാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സ് എന്നൊക്കെ പറയാം. വണ്ടി പോകുന്നുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് സൗണ്ട് കുറച്ചത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് വീനെക്കാണ് കേട്ടോ. വീനെക്കാണ് നെക്ക് വന്നിട്ട്. പിന്നെ കോളർ നെക്കാണ്, കോളറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നെക്ക് വന്നിട്ട് ഒരു വി പോലെ വന്നിട്ട് ഒരു കോളർ നെക്കാണ്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഒരു പഫ് സ്ലീവാണ് കേട്ടോ. ഹാഫായിട്ടുള്ളൊരു സ്ലീവാണ്. അതേപോലെ തന്നെ ജസ്റ്റ് ഇവിടെ ഇടുപ്പിൻ്റെ അവിടെ ജസ്റ്റ് ഇങ്ങനെ കെട്ടാനായിട്ടുള്ളൊരു വള്ളി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഇത് കെട്ടാനായിട്ട് പറ്റും. പിന്നെ അടിയിലോട്ട് വരുമ്പോൾ ഫ്രില്ലഡ് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. പിന്നെ ഇതുമേ ഒരു ഫ്ലോറൽ പ്രിൻ്റ് പോലത്തെ കളേഴ്സിലുള്ളൊരു ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. ഞാനെടുത്ത സൈസ് വന്നിട്ട് ലാർജ് സൈസാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 412 രൂപയാണ് കേട്ടോ. 412 രൂപയ്ക്ക് ഇത് അടിപൊളിയാണ് ഗൈസ്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാനത് കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, വാഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കളറൊന്നും അങ്ങനെ ഫീഡായിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫീഡായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ കളറ് മിഡിൽ ആൻഡ് ലെങ്ത് ഡ്രസ്സാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇത് ഞാൻ ഏകദേശം ഒരു 2 ഇയർ ആയിട്ടുണ്ടായിരിക്കണം വാങ്ങിച്ചിട്ട്. ഞാനത് കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, കുറേ പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട്. എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പാണ് കേട്ടോ. ഇത് ഹരപ്പ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഡ്രസ്സാണ്. ഇതിൻ്റെ വേറൊരു ഡ്രസ്സും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായി, പക്ഷെ അത് കാണാനില്ല കേട്ടോ. കുറേ നാളായല്ലോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വെച്ചു. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ജസ്റ്റ് ഇതിനൊരു കട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു കട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് ഇത് ഇട്ട് കാണാനുമായിട്ട്. പിന്നെ ഇതിൻ്റെ കഴുത്ത് സ്ക്വയർ നെക്കാണ്. പിന്നെ ഇവിടെ സ്ലീവ് വന്നിട്ട് ഒരു 3/4 ആയിട്ടുള്ള സ്ലീവാണ്. ഇവിടെ വരുന്നുണ്ട് 3/4 ആയിട്ടുള്ള ഒരു സ്ലീവാണ്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എന്താ പറയുക, അലാസ്റ്റിക് ഒക്കെ ഉണ്ട് കേട്ടോ ഈ സ്ലീവൊന്ന്. അത് ഇട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഈ സൈഡിൽ കൊടുക്കാം.
കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ബാക്കിലും ഇങ്ങനെ എലാസ്റ്റിക് ഉണ്ട്, നമ്മുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിൽ എലാസ്റ്റിക് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇത് മിഡിലായിട്ടുള്ളൊരു ഡ്രസ്സാണ്, കുഴപ്പമില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. കുറേ പ്രാവശ്യം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്, കളറൊന്നും അങ്ങനെ ഫീഡായിട്ടില്ല. എന്തായാലും അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ പ്രൈസ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഞാൻ കുറേ നാളായി വാങ്ങിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല, അപ്പോൾ ഞാനത് നോക്കിയിട്ട് കാണാനുണ്ടായില്ല. അപ്പോൾ ഞാൻ കിട്ടുമ്പോൾ ഇവിടെ സൈഡിൽ കൊടുക്കാം. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കളർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇത് വന്നിട്ട് മിഡി ലെങ്ത് ഡ്രസ്സാണ് കേട്ടോ. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ്, ജസ്റ്റ് ഇങ്ങനെ ഒരു പഫ് പോലെ ഉണ്ട് കേട്ടോ. അറ്റത്തായിട്ട് എലാസ്റ്റിക് ഉണ്ട്. പിന്നെ ഞാനെടുത്ത സൈസ് ലാർജാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 355 രൂപയാണ് കേട്ടോ. പിന്നെ ഇത് പറയാനായിട്ട് ഇതിൻ്റെ കളർ നല്ല അടിപൊളിയാണ്, നല്ലൊരു റെഡാണ്. ക്യാമറയിൽ ഈ റെഡ് കാണുന്നില്ല, പക്ഷേ അടിപൊളിയായിട്ടുള്ള ഒരു റെഡാണ് കേട്ടോ. പിന്നെ ഇതിന് ജസ്റ്റ് ഫ്ലവേഴ്സ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് വി നെക്കാണ്, ജസ്റ്റ് ഒരു കോളർ പോലെയൊക്കെ ഉണ്ട്. ഞാനിവിടെ സൈഡിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കഴുത്തിൻ്റെ അവിടെ 3 ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ അലാസ്റ്റിക് ആണ്, അതുകൊണ്ട് നല്ല ഭംഗിയിലൊക്കെ കിടക്കും. എന്തായാലും ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആയ ഡ്രസ്സാണ്. ഞാൻ കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 2 മാസത്തോളം ആയിട്ടുള്ളൂ. എന്തായാലും അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് ഡ്രസ്സാണ്. ഇത് ഏകദേശം ഒരു ഫുൾ ലെങ്ത് ഇല്ല, പക്ഷേ എന്നാലും കുറച്ചും കൂടി ഫുള്ളല്ല, കുറച്ചും കൂടി മിഡിലിനേക്കാളും കുറച്ചും കൂടി ഇറങ്ങി കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ളൊരു നെക്കാണ്, വി നെക്കാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സ്ലീവ് ഫുൾ സ്ലീവാണ് കേട്ടോ. ഫാബ്രിക് വെൽവെറ്റാണ്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തതും ലാർജ് സൈസാണ്, പക്ഷേ എനിക്കിത് കുറച്ച് ലൂസാണ്. മീഡിയം എടുത്താൽ മതിയായിരുന്നു, മീഡിയം അല്ലെങ്കിൽ സ്മോള്, മീഡിയം മതിയിരിക്കും, എടുത്താൽ മതിയായിരുന്നു. പിന്നെ ഇതിൻ്റെ വെസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ അലാസ്റ്റിക് ഒന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ടിങ് ഒക്കെ ഉണ്ട്. ഞാനിവിടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ജസ്റ്റ് ഒരു കട്ടിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ നാളായി, ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ്. ഒരു 1-2 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാർട്ടിയൊക്കെ ബർത്ത്ഡേക്ക് അങ്ങനത്തെ ഒരു പാർട്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് ഇടാൻ അടിപൊളിയായിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ഇത് കാണാനായിട്ട് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടൊക്കെ തോന്നും. ഈ ഡ്രസ്സ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടൊക്കെ തോന്നും. ഇതിൻ്റെ പ്രൈസ് ഞാനിവിടെ മേളിൽ കൊടുക്കാം, എനിക്കറിയില്ല, മറന്നുപോയി. പിന്നെ ഇത് നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാനത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരാം. ചാച്ചാ.